എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെയാണ് കേട്ടോ, നമ്മുടെ 75 ഏക്കർ പ്ലാന്റേഷനിലുള്ള ഗ്രീൻബർഗ് റിസോർട്ടിൽ തന്നെയാണ്. സോ ഇന്ന് കാലത്ത് നീ തിളങ്ങി നിൽക്കുന്നുണ്ടല്ലോടാ, എന്താടാ നീ തിളങ്ങി നിൽക്കുന്നുണ്ടല്ലോ? വെള്ള ഇട്ട കാരണമാണോ വൈറ്റ് ഇട്ട കാരണമാണോ ക്യാമറയിൽ? സോ ഇന്ന് നമ്മുടെ പരിപാടി വരണത് എന്താണ്, എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നമുക്ക്? ഇന്ന് ഫുഡ് അടിച്ചിട്ട് ഈ ഫുഡ് അല്ലാണ്ട് വേറെ വല്ല പ്ലാൻ ഉണ്ടോ? ഫുഡ് ഗൈസ്, ഇന്നലത്തെ വ്ളോഗ് കണ്ടവർക്ക് അറിയാം, നമ്മൾ അനിയന് ചെറിയൊരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആർമി ട്രെയിനിങ് ക്യാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 14 സ്റ്റേജ് വരുന്ന ഒരു സംഭവം. അതിൽ രാത്രി ഇടിവെട്ടും മഴ ആയതുകൊണ്ട് നമ്മൾ അത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം റിസ്ക് എടുക്കണ്ടല്ലോ വെറുതെ, ഇടിവെട്ടും മഴയൊക്കെ വരുന്ന സമയത്ത്. പിന്നെ ലൈറ്റും പോയി ഒക്കെ പോയി. അപ്പോൾ ഇന്ന് നമ്മൾ പറയണില്ല കേട്ടോ ക്യാമ്പിന്റെ കാര്യം. ബാക്കി ഉള്ള സ്റ്റേജസ് ഫിനിഷ് ചെയ്യും, ചെറിയൊരു ട്രക്കിങ്ങിന് പോവും. എന്നിട്ട് ചെക്കനെ ഹാപ്പി ആക്കിയിട്ട് നമ്മള് എന്താ കൈകാലം വേനെടുത്ത് തുടങ്ങിയ എങ്ങനെയുണ്ട് ഇന്നലത്തെ? എവിടേക്ക് വേനയുള്ള ഫുള്ള് വേദനയാ? നീ ഫുള്ള് സ്ട്രെയിൻ ഇതിൽ കൊടുത്തിട്ടല്ലേ? അപ്പൊ നല്ല പെയിൻ ഉണ്ട്. അപ്പൊ ബൈക്കിൽ പോകണ്ടേ? ബൈക്കിൽ പോകണം കേട്ടോ. ബാക്കിൽ ബൈക്കിൽ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേ കഷ്ടപ്പാടാണെന്നാണ് എന്റെ വിശ്വാസം. എനിക്കറിയില്ല, ഇവന് പരിചയമില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ, അവർക്ക് ഡിപ്പെൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത പരിപാടി ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ നമുക്ക് ഫസ്റ്റ് പരിപാടിയിലേക്ക് പോകാട്ടോ. ഗൈസ്, ഇതായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു വന്ന് ഞാനും അനിയനും കൂടിയിട്ട് ഈ ഗ്രൗണ്ടിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ബൈക്ക് അവിടെ വെച്ചു. ഇപ്പം നമ്മൾ ആഷിഖ് എന്ന വിഷ്ണു ബ്രോൻ്റെ അപ്പം ചെറിയൊരു ട്രക്കിങ്ങിന് വേണ്ടി പോകാൻ കേട്ടോ. ഇവിടെ തന്നെ ഇത് പ്ലാന്റേഷൻ്റെ ഉള്ളിലാണോ ഫോറസ്റ്റ് ആണോ? അത് ഫുള്ള് നിങ്ങളുടെ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ തന്നെ ഇത്? ഓക്കെ പ്ലാന്റേഷൻ്റെ ഭാഗം തന്നെയാണ് അല്ലേ അത്? ഓക്കെ. അപ്പോൾ പ്ലാന്റേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചെറിയൊരു ട്രക്കിംഗ് സ്പോട്ടാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടേക്ക് 9 മണി വരണം കേട്ടോ സൈക്കിളും കൊണ്ട്. നല്ല രസമുണ്ട്, നല്ല അടിപൊളി വൈബ് സ്ഥലം കേട്ടോ. എത്ര കിലോമീറ്റർ ഉണ്ടാവും ട്രക്കിങ് ഇവിടെ നിന്ന്? ഓക്കെ. സോ മോനെ റെഡി അല്ലേ? ചെറിയൊരു ട്രക്കിംഗ് പരിപാടി കേട്ടോ. ആന വരുന്നത്? ഇവിടെ ആന ഉണ്ടാവും. ആന അവിടെ നിന്ന് ഇറങ്ങിയാണ്. ആനപ്പിണ്ടാണല്ലോ. അത് കുറച്ച് നാളായിട്ടില്ലല്ലോ. അപ്പോൾ അത് ഒരാഴ്ചക്കുള്ളിൽ വന്നതാണ്. അതിനാണ് കൂടുതലാ? ഏതാ പിണ്ടം കണ്ട് നമ്മൾ മനസ്സിലാക്കണം. തൃശ്ശൂർക്കാരെങ്ങനെയാ പിണ്ടം കണ്ട് മനസ്സിലാക്ക? അത് നൈസായിട്ട്. അത് എവിടെ നിന്നൊക്കെ കാലത്ത് പഠിച്ചതാണോ? അത് കാലത്ത് പഠിച്ചതാണോ? എഴുതി പഠിച്ച? ഓക്കെ. നടക്കട്ടെ. കിട്ടില്ലൻ ഇത് കേട്ടോ. സൈക്കിളും കൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ട്രയൽ ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറങ്ങി എത്ര ഇതുണ്ടാവും ഈ നടക്കുന്ന വഴി ഫുള്ള്? അങ്ങനെ ഒരു 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ. എൻ്റെ അമ്മേ, അടിപൊളിയാണല്ലോ ഇവിടെ നിന്നുള്ള വ്യൂ. എടാ സൂക്ഷിച്ച്. ഇത് നോക്കി, എൻ്റെ അമ്മേ അടിപൊളി. നമ്മുടെ റിസോർട്ട് ഈ ഭാഗത്താന്ന് തോന്നുന്നു. നമ്മൾ ഈ ഇതിൻ്റെ ഇടയിലാന്ന് തോന്നുന്നു അല്ലേ? അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിൻ്റെ മേലോട്ടും തെറ്റാ? അവിടെ വരെ പോവാന്ന് വേണമെങ്കിൽ അല്ലേ? പ്രോപ്പർട്ടീൻ്റെ ഭാഗമാണ്. ഓക്കെ. ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കണതാണല്ലേ, ഫെൻസിങ്? ഓക്കെ. കൊള്ളാട്ടാ, അടിപൊളി. ഒരു 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് ഇല്ല, ചെറിയൊരു സാധനം. എന്തായാലും വ്യൂ അടിപൊളിയായിട്ട് എൻ്റെ ഇവിടെ നിന്ന്. കാരണം ചെറിയൊരു അടിപൊളിയായിട്ടുണ്ട്. നൈസ് പറഞ്ഞോണം. നല്ലൊരു സ്പോട്ട് കേട്ടോ. ട്രക്കിംഗ് അങ്ങോട്ടേക്ക് കയറാൻ പറ്റും. അതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണോ? അത് അങ്ങോട്ട് നമ്മുടെ ഏരിയ, അങ്ങോട്ട് പോവാം. പക്ഷേ ഈ നമ്മുടെ വഴിയല്ല, വേറെ വഴിയാ വരണേ. അല്ല, അത് നമ്മുടെ തന്നെ ഏരിയ ആണോ? അല്ല, നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ പകുതി വരുള്ളൂ. കുറച്ചുകൂടി പോയാൽ നിങ്ങളുടെ പ്രോപ്പർട്ടി അവിടെ കഴിയും അല്ലേ? ഓക്കെ. അത് വേറെ ആൾക്കാരുടെ പ്രോപ്പർട്ടി ആണോ അതോ ഫോറസ്റ്റ് ആണോ? ഫോറസ്റ്റാണ് വരണേ അല്ലേ? അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രക്കിംഗ് സ്പോട്ട് വരുന്നത് കേട്ടോ. കൊള്ളാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി. ചെറിയൊരു ട്രാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ വഴി കറങ്ങിയിട്ടാണ് വന്നത്. ഇനി നമ്മൾ ഈ വഴി അങ്ങോട്ട് ഇറങ്ങി പോകണം കേട്ടോ. സൈക്കിൾ മിസ് ചെയ്യണം ഗൈസ്. ഒരു കാറ് വാങ്ങാം, സൈക്കിൾ ഡിക്കിയിലിടാം. ഞാൻ അനിയനും സെയിം സാധനം. ബൈക്കിൽ വന്ന കാരണം നമുക്ക് സൈക്കിൾ കൊണ്ടുവരാൻ പറ്റില്ല. സെറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. നമുക്ക് ഓഫ് റോഡും ചെയ്യാം,
എൻ്റെ എല്ലാ ആഗ്രഹവും നടക്കും കേട്ടോ. നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ടാണോ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തത്. നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രീൻബർഗ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം കേട്ടോ. സോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. സോ ദിസ് ഇസ് മൈ കൈൻഡ് ഓഫ് കപ്പ് ഓഫ് ടീ. അങ്ങനെ നമ്മുടെ ട്രക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി എന്താണ് ജോഹനെ? ഇനി എന്താണ്? ഇന്നലെ കണ്ണാടയൊക്കെ വെക്കണേ വിഷമിക്കാനുള്ളതാണ് കേട്ടോ. 1000 രൂപ തരുന്നു പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ അല്ലേ? പിന്നെ അത് ഇന്നലെ ആയിരുന്നു. ഇന്നലെ 8 എണ്ണം ചെയ്തു. ഇന്നലെ ഇനി 7 എണ്ണം ചെയ്യണം. 7 എണ്ണം ബാക്കി. 7 എണ്ണം അല്ല, ഇന്നലെ ചെയ്തു. ഇന്നലെ എപ്പോ ചെയ്തു? ഞാൻ കണ്ടില്ല. എന്തായാലും നമ്മള് ഇപ്പോ ഇവിടെ വീണ്ടും ആർമി ക്യാമ്പിൽ ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ള സാധനം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. ഏതാ? ആ ടയറൊക്കെ കാണിച്ചു. ഇന്നലെ വീഡിയോ നിർത്തിയത് ഇവിടെയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി വന്നു. കാരണം ഇത് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫുള്ള് കവർ ചെയ്യാം ഒറ്റ സ്ട്രെച്ചില്. ഞാൻ 1000 രൂപയാണ് പറ്റേ. അതിന് ഞാൻ പറഞ്ഞ വാക്കന്നെ പാലിക്കണേ. 1000 രൂപ. പക്ഷെ വീഡിയോയില് ആൾക്കാര് ഡൗട്ട് അടിക്കില്ലേ? ഇതിവിടെ നിന്ന് കേറിയിട്ട് നമുക്ക് ചെയ്യാം. ആർമി ക്യാമ്പിന്റെ പാർട്ട് 2. ഇല്ല ഇവിടെ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അവസാനത്തെ ഇത് എന്തുട്ടാണ് ബ്രോ? സെറ്റ് ചെയ്തോ. വീണ്ടും നമ്മള് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. സാധനം സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്തോണ്ടിരിക്കുക. സെറ്റല്ലേ? 1500. എവിടെ തൊട്ട്? ഇന്നലെ ഞാൻ ഇത് ചെയ്തു. ഇടിവെട്ടായ കാരണം അവിടെ നമ്മൾ നിർത്തി. നീ ക്യാമറ ഓഫ് ചെയ്തു. ക്യാമറ ഓഫ് ചെയ്തു ഇടിവെട്ടിന്റെ സമയത്ത്. അതെനിക്കറിയണ്ട. ക്യാമറയില് കൃത്യം 14 സ്ഥലം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കൊടുത്താൽ മതിയോ അതോ അങ്ങനെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടാ. ഈ കമന്റ് വരട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. ഇട്ടോ ഇതോ. സോ അവൻ അടുത്ത ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാണ്ട്. ഇന്ന് നല്ല സണ്ണി ഡേ ആണ്. നല്ല വെയിലും ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. 8:40 ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ വേറൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4:50 ഇത് വെച്ചിട്ടുണ്ടായിരുന്നേ. 4:50 സ്റ്റാർട്ട് ചെയ്തിട്ട് 5 മണിക്ക് തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു റൂൾ കൂടി ഉണ്ട്. അത് മറന്നാ? എന്തെങ്കിലും പറയടാ. റിപ്ലൈ ചെയ്താ. ഇവിടുന്ന് തുടങ്ങിയേ 10 മിനിറ്റിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാ? 1000 രൂപ കിട്ടണമെങ്കിൽ മിണ്ടാണ്ട് നിക്ക. ആ ഒരു റൂള് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആർമി ഈ ട്രെയിനിങ്ങിന്റെ ഇതില് 10 മിനിറ്റിൽ 14 ചെയ്ത് തീർക്കണം എന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇങ്ങനെ ക്യാമ്പിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രെയിനിങ് എത്ര സമയം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ്. അങ്ങനെ അവൻ അവസാനത്തെ സെക്ഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. എങ്ങോട്ടാ? ഏറ്റവും മേലെ ഏറ്റവും ഇതാണോ ചെയ്യാൻ പോണേ? ലൈക്ക് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റേജ്. അവസാനം തന്നെയാണ് ഈ സ്റ്റെപ്പ്. ഓരോ സ്ഥലത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇന്നലെ അവൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കയറിക്കോ, അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം ഇങ്ങനത്തെ ലാഡർ വെച്ചിട്ടുള്ളത് സ്ഥലത്താണ്. കാരണം ഒരു സ്ഥലത്ത് ഇത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനിപ്പിക്കാണ്ട് പോരാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിച്ച് അവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ 2 സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വന്ന വഴി തന്നെ ഫുള്ള് തിരിച്ചു വരണം കേട്ടോ. മോനെ എന്തേലും നടക്കോ? ചെക്കൻ ഹൈറ്റിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഏറ്റവും ഹൈറ്റിൽ. എൻ്റെ പൊന്നെ എടാ, നിനക്ക് ഹൈറ്റ് പേടിയില്ലടാ? ഐ ഫിയർ ഓഫ്. ആ ഇംഗ്ലീഷ് എവിടെ നിന്നാ പഠിച്ചേ? എവിടെ നോക്കിയോ ഇംഗ്ലീഷ് വാക്കുകൾ ഓരോന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടാ. കാല് നോക്കി ചവിട്ടാ. ആ കണ്ണാട ഊരി വയ്ക്ക്. 2-4 കാണും. കാണാണ്ട ശരിക്കും? എൻ്റെ മോനെ 1000 രൂപയുടെ ചലഞ്ച് 10 മിനിറ്റിലായിരുന്നു. അത് 10 മിനിറ്റിലായിരുന്നു 1000 രൂപയുടെ ചലഞ്ച്. നോക്കി കയറിട്ടാ. 2 ഇതും വേണമെങ്കിൽ ഇതിൽ പിടിച്ചോ.
രണ്ട് കൈയും വേണമെങ്കിൽ പിടിക്കണമെങ്കിൽ പിടിച്ചോ, അപ് ടു യു. എടാ നിനക്ക് ഹൈറ്റ് പേടിയില്ലേ? പട്ടി ഷോ വേണ്ടുള്ളത് പറഞ്ഞോട്ടാ. ഇപ്പൊ നിനക്ക് പേടി തോന്നണില്ല എങ്കിൽ ആ സേഫ്റ്റി ബെൽറ്റ് ഊരിട്ടൊന്ന് ചെയ്താ നോക്കട്ടെ. എടാ നീ ഇതില് കൊറേ സ്കോർ ചെയ്യുന്നുണ്ടല്ലോടാ. അവൻ വരെ ചിരിച്ചു തുടങ്ങി. എടാ ബ്രോന്റെ പേരെന്താ? മാനുവൽ. ഓക്കെ, മാനുവൽ വരെ ചിരിച്ചു തുടങ്ങിട്ടാ അനിയന്റെ കൗണ്ടർ കണ്ടിട്ട്. എടാ ഇത് മറ്റേ സിനിമയിലത്തല്ലേ? ആ സിനിമയിലത്തെ ഏത് മമ്മൂട്ടി? പോക്കിരാജ മണ്ടത്തരം കാട്ടിയിട്ടല്ല ആണത്തം കാട്ടണേന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കണ്ടുപിടിച്ചതാ. മോനെ പൊളിച്ച് അനിയനെ കൗണ്ടർ അടിച്ച് എന്നെ തോൽപ്പിച്ചോണ്ടിരിക്കുന്നു കേട്ടാ. സോ ഞാൻ പയ്യെ മേലേക്കൊന്ന് കയറട്ടെ, അവനെ ഒന്നും കൂടി കൊത്തി നോവിക്കാൻ ട്ടാ, പണി എന്തെങ്കിലും ചൊറിയാൻ വേണ്ടിയിട്ട്. എടാ ഈ ഷൂ ഭയങ്കര ഗ്രിപ്പ് കുറവാട്ടാ. നിന്റെ ഷൂന് എങ്ങനെയാ ഗ്രിപ്പുണ്ടോ? ഗ്രിപ്പില്ലേ? എങ്കിൽ അടുത്തത് കയറിക്കോ, അടുത്ത ചെത്തിയിടോ. ആ ഇനി 50,000 രൂപ നിനക്ക് രൂപ അത് പറഞ്ഞാട്ടാ. ആ ശരി, 14 സ്ഥലം ഞാൻ ചെയ്യണം. ആ ശരി. എന്താണ് ശരിന്ന് എന്റെ ദൈവമേ. ചെയ്യാൻ പറ്റിയത് ഇവിടെ ക്യാമറ എവിടെ ചെയ്യാൻ പറ്റിയത്? ഏതാ ഇതൊക്കെയോ? ആ ഈ 14 സ്ഥലം നിനക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പേടിയല്ലടാ. എനിക്ക് പേടിയല്ലേ? എടാ എനിക്ക് പേടിയാടാ, ഞാൻ പറഞ്ഞില്ല എനിക്ക് പേടിയാന്ന്. നടക്ക്. ഇത് നീ കുറച്ച് അടുത്ത റോപ്പിൽ പിടിക്ക്. ആ റോപ്പിൽ പിടിച്ചിട്ട് അതന്നെ മനസ്സിലായാ? അതന്നെ അങ്ങനെ പയ്യെ കേട്ടോ. അതന്നെ സെറ്റ്. രണ്ടെണ്ണേ ഉള്ളൂ ലാസ്റ്റത്തെ 2 എണ്ണം. ആ കാല് കുറച്ചതിന് ശേഷം അടുത്തേക്ക് മൂവ് ചെയ്താൽ മതി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഗവും ആവും തോറേ ഇതിൻ്റെ ടഫ്നെസ് കൂടി വന്നുകൊണ്ടിരിക്കുക. ഓരോ ഭാഗങ്ങളും ആവും തോറും അതാണ് ഇതിൻ്റെ മെയിൻ ഇത് വരുന്നത് കേട്ടോ. അതൊക്കെ ടഫായി വന്നുകൊണ്ടിരിക്കുക. സെറ്റ് എന്തായാലും അടിപൊളിയായിട്ടത്. ആ ലാസ്റ്റത്തെ സൂക്ഷിച്ച്. എന്നിട്ട് ആ പ്ലാറ്റ്ഫോമിലേക്ക് കാല് വെച്ചോ പയ്യെ. ആ സാവധാനം മതി. സാവധാനം. അതന്നെ സെറ്റ്. സൂക്ഷിച്ച് പയ്യെ. ആ അവിടെ കാല് പോയില്ലേ? കേറിയില്ലേ കാലവിടെ? സെറ്റല്ലേ? അടിപൊളി. റെസ്റ്റ് എടുത്ത് ചെയ്താൽ മതി കേട്ടോ. എനിക്കിവിടെ നിന്ന് കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് അല്ലേ പറയാൻ പറ്റുള്ളൂ. അതാണ് അത് നീ പറഞ്ഞത് പോയിന്റ്. അത് ഞാൻ യോജിക്കുന്നു ജോഹിനെ. ഓരോന്ന് സെറ്റ്. അടുത്ത സെക്ഷൻ ഇതാണ് ഇപ്പോൾ തീർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് തീർത്ത് ഇത് ഫുള്ള് കയറ് മാത്രമാണ് കേട്ടോ. അല്ല വെറുതെ ഒരു കയറ് തൂക്കിയിട്ടിരിക്കല്ലേ ജോഹന? വേറെ ഒന്നുമില്ലല്ലോ? ആ അതന്നെ പയ്യെ സെറ്റ്. അടുത്തത് ഓരോ സ്റ്റെപ്പ് നേരത്തെ ചെയ്തതുപോലെ തന്നെ. എൻ്റെ മോനെ നല്ല ആയാസമുള്ള പണിയാണല്ലേ? പിന്നെ കൈയും കാലം വേന എടുക്കുന്നുണ്ട്. അടിപൊളി. ലാസ്റ്റത്തെ മൂന്നെണ്ണം കൈമ വല്ലാണ്ട് ലോഡ് ചെയ്യാണ്ട്.
ലാസ്റ്റത്തെ ലാസ്റ്റ് മോനെ. ഇനി ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങണോ? അത് കഴിഞ്ഞാ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞാ? ആ ലാസ്റ്റത്തെ കൺഗ്രാജുലേഷൻസ് ഗൂഗിൾ പേയിൽ വന്നിരിക്കും അത്. പക്ഷെ 10 മിനിറ്റിൽ ഞാൻ തീർന്നില്ല, അതുകൊണ്ട് ഞാൻ ഡിസ്കൗണ്ട് ചെയ്യണം കേട്ടോ. 10 മിനിറ്റിൽ ചെയ്തില്ല. 1500 മതി. 1500 എൻ്റെ 1500 മതിയെന്ന്. ഇവനോട് 10 മിനിറ്റിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 10 മിനിറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം എടുത്തിട്ടാണ് 14 സ്ഥലം തീർത്തത് കേട്ടോ. സെറ്റല്ലേ? ഫൈനലി സെറ്റ് ഗൈസ്. ചെക്കൻ അവസാനിപ്പിച്ചിരിക്കുന്നു ആർമി ട്രെയിനിങ് ക്യാമ്പ്. ഇനി നേരെ നീ ആലോചിച്ച് നോക്കിക്കേ, ശരിക്കും ആർമി ക്യാമ്പ് ട്രെയിനിങ് എങ്ങനെയായിരിക്കുന്നു. ഇത് 14 ചെയ്തിട്ട് എക്സ്പീരിയൻസിൽ സെറ്റാണ്. എൻ്റെ പൊന്നെ സമ്മതിക്കണം. എടാ 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 നിന്നേക്കാളും ഓണം കൂടുതലുണ്ടാ. എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വീഡിയോ ആരെടുക്കും? നീ വീഡിയോ അതുകൊണ്ടാണ് നീന്താൻ അറിയാം, കുറെ സൈക്കിൾ ഓട്ടാൻ അറിയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാ അല്ലേ? എടാ 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 എന്തിനാ കാര്യം പറയും. കാര്യമൊന്നും പറയാനൊന്നുമില്ല. ഈ ഭാഗം എന്തായാലും കട്ട് ചെയ്ത് കളയാം. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റൂമിലെത്തിയിട്ടാണ് നമ്മൾ ഫ്രഷായി നമ്മൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതായിരുന്നു ഞാൻ ആക്ച്വലി അനിയനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ ഇവിടെ റിസോർട്ടിൽ വന്ന് ഇങ്ങനെ കിടന്നുറങ്ങാൻ, ഫുഡ് അടിക്കുക, ആ ഒരു വൈബ് അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, അത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു വട്ടം ഇങ്ങനെ ഒരു പരിപാടി കൊടുക്കണം എന്നുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? വയ്യാണ്ടായി. നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് റിസോർട്ടിൽ പോവാ, ടൂറ്, ട്രിപ്പ്, അടിപൊളി ഫുഡ് അടിക്കുക എല്ലാം ഉണ്ടായിരുന്നു. ഫുഡും ഉണ്ടായിരുന്നു, അടിപൊളി ഫുഡും ആയിരുന്നു, താമസം ഉണ്ടായിരുന്നു. പക്ഷെ ഇതെങ്ങനെ ഉണ്ടായിരുന്നു ഈ സംഭവം? കുറച്ച് കൂടി പോയി. ഹെവി ആയിരുന്നു ഈ സാധനം. നീ ഇത് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ആർമി ട്രെയിനിങ്ങും പരിപാടികളൊക്കെ? ഇത്ര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല. സോ എനിക്കിത് അറിയായിരുന്നു കേട്ടോ. ഞാൻ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ഇത് വന്നത്. ഞങ്ങളുടെ അപ് ടു യു ആണ് ഗൈസ്. നിങ്ങളുടെ ഇതനുസരിച്ചിട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ, അല്ലെങ്കിൽ ചെറിയ ട്രക്കിംഗ് ഉണ്ട്, നല്ല ഫുഡ് അടിക്കുക, റിലാക്സ് ചെയ്യുക, ചില്ല് ചെയ്യുക, അത് നിങ്ങൾ വൈബ് സെറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും. എൻ്റെ വൈബ് കാര്യങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻജോയ് ചെയ്താ നീ? ഫുഡ് അടിച്ചാ? നല്ല ഫുഡ് അടിച്ചാ? സ്റ്റേ അടിപൊളിയായിരുന്നു, മൊത്തത്തിൽ ഇതായിരുന്നു. സോ അതും എൻജോയ് ചെയ്തു, പ്ലസ് ഇതുകൂടെ എൻജോയ് ചെയ്തു. സോ ഇതായിരുന്നു ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.